ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പക്കലിൽ നിന്നും ആരെങ്കിലും പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്നിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ബോൾ ടെക്നിക്കാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളായിരിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിന് പുറകിലുള്ള സീക്രട്ടുകളൊന്നും അറിയണമെന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തേച്ചാൽ മതി, നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയ ആളാണെങ്കിലും പിണങ്ങിപ്പോയ ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണണം, എങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക. വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കണം. എന്നിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് കുറച്ച് ബ്രീത്ത് ചെയ്യുക. മൈൻഡിനെ ഒന്ന് കാമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 10-20 ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ പതിയെ തുറക്കുക. അത് 20-30 ആകാം കേട്ടോ. ബ്രീത്തിങ് 10 to 30 എന്നാണ് ഞാൻ പറയുന്നത്. 10 മുതൽ 30 വരെ നിങ്ങൾ എപ്പോഴാണോ കാമാവുന്നത് അതുവരെ ബ്രീത്തിങ് ചെയ്യുക. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. എന്നിട്ട് ഈ ഒരു എനർജി ബോൾ നിങ്ങൾ കണ്ണ് തുറന്നതിന് ശേഷം മനസ്സിൽ സങ്കല്പിക്കുക. കൈ ഇങ്ങനെ വെക്കുക, കയ്യിലൊരു ബോൾ ഉള്ളതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ ബോൾ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്നതായിട്ട് മാക്സിമം ഫീൽ ചെയ്യുക ബോൾ ഉള്ളതായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ കൈകൾക്കിടയിൽ ചെറിയൊരു കാന്തികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ആ ബോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ സങ്കല്പിക്കണം. ഒരു വൈറ്റ് ബോളായിട്ട് വേണം നിങ്ങൾ അതിനെ കാണാൻ. ഓക്കെ, അങ്ങനെ ആ ഒരു സങ്കല്പം നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി എന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഒരു 3 അഫർമേഷൻസ് ഞാൻ പറയാം. ഇത് നിങ്ങൾ ആദ്യം ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. ഒറ്റ തവണ ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ആദ്യം ബൈ ഹാർട്ട് ചെയ്യണം. ആ ബൈ ഹാർട്ട് ചെയ്യേണ്ട 3 സെന്റൻസുകൾ ആദ്യം ഒന്ന് പറയാം. ഇതാണ്. ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് നീ എന്നോട് ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. നീ എന്നോട് ക്ഷമിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ് നീ എന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ സെന്റൻസ് നമ്മൾ തമ്മിൽ ഒന്നാകുന്നു. നീ എന്നോട് ക്ഷമിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നമ്മൾ തമ്മിൽ ഒന്നാകുന്നു. അപ്പൊ ഈ 3 സെന്റൻസ് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഇത് ചെയ്യാൻ. ഗോട്ട് ഇറ്റ്? അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. അതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും സപ്പോർട്ടോ ഹെൽപ്പോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കിട്ടും, നിങ്ങളുടെ ഗൈഡൻസ് കിട്ടും. നിങ്ങളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക. കാരണം അത് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലോട്ട് തന്നെ വരാം. അപ്പോൾ അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രോസസ്സ് ഇപ്പൊ എവിടെ എത്തി നിൽക്കുകയാണ്? ഈ എനർജി ബോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് ഫീൽ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞാൽ ഈ എനർജി ബോളിലോട്ട് നമ്മൾ നോക്കിക്കൊണ്ട്, നമ്മുടെ സങ്കല്പത്തിലാണ് കേട്ടോ ആ ബോൾ ഉള്ളത്, നോക്കിക്കൊണ്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ 21 തവണ റിപ്പീറ്റ് ചെയ്ത് പറയണം. കൗണ്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഏകദേശം 21-ലധികം തവണ റിപ്പീറ്റ് ചെയ്ത് പറയുക. എന്താണ് പറയേണ്ടത്? നീ എന്നോട് ക്ഷമിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, നമ്മൾ തമ്മിൽ ഒന്നാകുന്നു എന്നുള്ളത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഞാൻ ഇനിയിപ്പോൾ 21 തവണ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ഒരു വൈറ്റ് എനർജി ബോളിനെ പതിയെ ഇങ്ങനെ റിലീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ആ ബോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് മനസ്സിൽ കാണണേ. കണ്ണടച്ച് ഇങ്ങനെ മനസ്സിൽ കാണുക. ബോൾ സഞ്ചരിച്ച് നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ അടുത്തെത്തി ആ വ്യക്തിയുടെ നെറ്റിയിൽ സ്പർശിക്കുന്ന സമയത്ത് വാനിഷ് ആവുന്നു. സ്പർശിക്കുന്നത് വരെ ആ എനർജി ബോൾ, വൈറ്റ് ബോൾ ഇങ്ങനെ പോകുന്നതായിട്ട് സങ്കല്പിക്കുക. എത്തിക്കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുന്നു? വാനിഷ് ആവുന്നു. അപ്പൊ അത് അവരിലെ ഈ 3rd പോയിന്റിലോട്ട് ടച്ച് ചെയ്തതായിട്ട് ജസ്റ്റ് ഒന്ന് വിഷ്വൽ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കണ്ണ് തുറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹാപ്പി മൊമെന്റ് നിങ്ങൾ ഒന്നിച്ചതിന് ശേഷമുള്ള ഒരു മൊമെന്റ് വിഷ്വലൈസേഷൻ ചെയ്യുക. മനസ്സിൽ സങ്കല്പിച്ച് കാണുക. അത് ഒന്നിച്ച് സംസാരിക്കുന്നതാവാം, ഒരു കഫേയിലിരുന്ന് എന്തെങ്കിലും കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു സിനിമ ഒന്നിച്ച് കാണുന്നതാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നതാവാം. ഒരു മൊമെന്റ് ആദ്യമേ അത് പ്ലാൻ ചെയ്ത് വെക്കണം. എന്നിട്ട് അത് അപ്പൊ ആലോചിക്കാൻ നിൽക്കരുത്. ആദ്യമേ പ്ലാൻ ചെയ്തതിനു ശേഷം ചെയ്യുക. അതുകൂടി വിഷ്വലൈസേഷൻ ചെയ്യുക.
ആ വിഷ്വലൈസേഷന് ശേഷം പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 മുതൽ 1 വരെ പുറകിലോട്ട് എണ്ണിക്കൊണ്ട് കണ്ണുകൾ പതിയെ ഓപ്പൺ ചെയ്യാം. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ പെണിങ് പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് പാച്ചപ്പ് ചെയ്യാൻ, ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലൊക്കെ ഇത് യൂസ് ചെയ്യുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ടെക്നിക്കാണ്. ചില ആളുകൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫീലും വിഷ്വലൈസേഷനും ഒന്നും കറക്റ്റ് ആവാതെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, ഒരു 1 വീക്കോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എപ്പോൾ ചെയ്യണമെന്ന് പല ആളുകളുടെയും സംശയമാണ്. ഏറ്റവും ബെസ്റ്റ് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയം ചൂസ് ചെയ്യുക. അപ്പോൾ ഒരാഴ്ച ചെയ്യാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ കറക്റ്റായിട്ട് വർക്കാവും. ഒറ്റ തവണ ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടും. സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു തവണ ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ വന്നിട്ട് കമന്റ് ചെയ്യുക. അത് ചെയ്യുക. നിങ്ങൾക്കൊരു 1 മന്തിനുള്ളിൽ തന്നെ 100% അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ 7 ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടും. ചിലപ്പോൾ മാക്സിമം പോയ 1 മന്ത്, അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.